ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കിതുപോലെ വലിയൊരു കണവ കിട്ടിയിട്ടുണ്ട്. ഇത് ഇച്ചിരി വലിയ കണവയാണ്. ഇത് ഏകദേശം ഒരു 1/2 കിലോളം വരും. ഒരു കണവ തന്നെ 1/2 കിലോളം വരും. ഇതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കല്ലൻ കണവയെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിക്കൊണ്ട് വന്നത്. കല്ലൻ കണവ തന്നെയാണോ എന്ന് അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണേ. ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഞാനൊരു കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റുവാണ്. സാധാരണയുള്ള ചെറിയ കണവയ്ക്ക് ഇത് സ്കിന്ന് റിമൂവ് ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ അതുപോലെ ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ സ്കിന്ന് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. ഇതിനകത്ത് മുഴുവനായിട്ട് സ്കിന്നുണ്ട്. അതൊന്ന് റിമൂവ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്കതിൻ്റെ തലയൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. തല റിമൂവ് ചെയ്യാനായിട്ട് ഇതുപോലെ സൈഡിലൊന്ന് അറ്റാച്ച് ചെയ്തിരിക്കും. അതിനെ ഒന്ന് വിടുവിച്ച ശേഷം അല്പം ബലം കൊടുത്ത് ഇതൊന്ന് വലിച്ചെടുക്കുക. അപ്പോൾ വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് ഉൾപ്പെടെ ആയിരിക്കും വരിക. ആ രീതിയിൽ വേണം വലിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിനകത്തും കുറച്ച് വേസ്റ്റ് ഉണ്ട്. കടലിലെ മഷിക്കുപ്പി എന്നാണല്ലോ കണവ അറിയപ്പെടുന്നത്. അപ്പോൾ അതിലുള്ള മഷി നമ്മൾ തലയോട് കൂടെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പേന ഒരു സാധനമുണ്ട്, അത് ഈ സൈഡിലായിട്ട് കാണും. അത് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുക. ഇപ്പോൾ മഷിയായി പേനയായി. അപ്പോൾ ഇത് നമ്മൾ മാറ്റി കളയുക. ഇതാണ് ആ പേന. ഇനി നമുക്ക് സ്കിന്ന് റിമൂവ് ചെയ്യാം. സ്കിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഞാനിതുപോലെ ഒരു കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. കത്തി കൊണ്ടൊന്ന് വരഞ്ഞ ശേഷം ഇതുപോലെ കൈ കൊണ്ടൊന്ന് നുള്ളി അതിൻ്റെ സ്കിന്നൊന്ന് പിടികിട്ടുന്ന രീതിയിലൊന്ന് ആദ്യം ഒന്ന് ആക്കിയെടുക്കുക. അതിനുശേഷം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് വലിച്ചെടുക്കുക. സൈഡ് ഭാഗത്തുള്ള സ്കിന്നെ എടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് ഉണ്ടാവും. ഈ ഭാഗത്തുള്ളത് പെട്ടെന്ന് ഇതുപോലെ ഒറ്റയടിക്ക് തന്നെ നമുക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റും. കയ്യിലൊന്ന് പിടികിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വലിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സ്കിന്ന് മൊത്തമായിട്ടങ്ങ് പോന്നോളും. ഇപ്പോൾ നമ്മൾ ഒരു ഭാഗത്തെ സ്കിന്ന് മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ടിട്ട് മറുഭാഗത്തെ സ്കിന്നും കൂടെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. ഉണ്ടോ, ഇപ്പോൾ ഞാൻ ഒരു കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞപ്പോഴേക്കും ഇതൊരു കുലുക്കവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അല്പം മൂർച്ചയുള്ള കത്തി കൊണ്ട് ഒന്നുകൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ സ്കിന്നൊന്ന് പിടികിട്ടിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വലിച്ചെടുക്കുക. ഈ ഭാഗം നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, കുറച്ച് ഭാഗത്ത് മാത്രമേ ഈ പിങ്ക് ഷെയ്ഡുള്ളൂ. ബാക്കി ഭാഗം വൈറ്റ് ഷെയ്ഡിലാണ് ഇരിക്കുന്നത്. അതായത് ആ ചിറകിൻ്റെ ഭാഗമൊക്കെ വൈറ്റ് ഷെയ്ഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെയും സ്കിന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്കിന്ന് റിമൂവ് ചെയ്യുമ്പോഴേക്കും ആ വൈറ്റ് ഭാഗത്തുള്ള സ്കിന്ന് കൂടെ വരാൻ പാകത്തിന് വേണം വലിച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ ഒരു ഭാഗത്തെ തൊലി മാറ്റിയതിന് ശേഷം അടുത്ത ഭാഗത്തുള്ള തൊലി കൂടെ മാറ്റുകയാണ്. ഇതുപോലെ വലിച്ച് വേണം എടുക്കാനായിട്ട്. നമുക്ക് കയ്യിലൊരു പിടുത്തം കിട്ടിയാൽ മാത്രം മതി. ആ ഒരു കയ്യിൽ പിടുത്തം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അതുവരെയുള്ള പാടേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് വേസ്റ്റ് ഉണ്ട്. അത് കളയാനായിട്ട് നമുക്കിതുപോലെ ഒന്ന് നെടുകെ കീറി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കുമ്പോഴേക്കും ഇതിനകത്ത് ഒത്തിരി വേസ്റ്റ് കാണും. ഈ സാധാരണ ദഹിക്കാത്ത ഫുഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇതിനകത്ത് കാണുക. ചെറിയ മത്സ്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ചിലർക്കൊരു അറപ്പൊക്കെ ഉണ്ടാവും കൈ കൊണ്ടൊക്കെ ചെയ്യാനായിട്ട്. ഈ ഡൈജസ്റ്റ് ആവാത്ത ഫുഡെല്ലാം ഇതിലേക്ക് പറ്റിപ്പിടിച്ചായിരിക്കും ഇരിക്കുന്നത്. അത് നമ്മൾ ഒരു കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പതിയെ നമുക്കിതൊന്ന് എടുത്ത് കളയാം. ഇനി നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് നേരത്തെ മാറ്റി വെച്ച തലയാണ്. തലയുടെ ഒരു ഭാഗത്ത് വേസ്റ്റും ഒരു ഭാഗത്ത് പല്ലും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് ക്ലീൻ ചെയ്ത് എടുക്കുക വേസ്റ്റ്. ഈ വേസ്റ്റ് എടുത്ത് കളയാനായിട്ട് ചിലർക്കൊരു അറപ്പും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്ത് അങ്ങ് കളഞ്ഞാൽ മതി ആ ഭാഗം. അല്ലാത്തവർ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ആ ഒരു ഭാഗത്ത് വേസ്റ്റ് അത്രയും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗത്ത് ഇതിൻ്റെ പല്ലിരിക്കും. സാധാരണ കണവയിലാണെങ്കിൽ നമ്മൾ ഈ ഒരു ബോൾ പോലെയുള്ള ഭാഗമുണ്ടല്ലോ, അത് മൊത്തമായിട്ടൊന്ന് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇത് വലുതായതുകൊണ്ട് അതിൻ്റെ പല്ല് മാത്രം അടർന്നു വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ആ പല്ല്. അതും എടുത്ത് കളയാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അതോടെ ഇതിൻ്റെ ക്ലീനിങ് പാർട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. വൃത്തിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിത് തോരൻ വയ്ക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് പല ഭാഗങ്ങളായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ചെറിയ കണവയാണെങ്കിൽ ഞാൻ കറി വെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതുകൊണ്ട് കറി വയ്ക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും തോരൻ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് ഒരു പോർഷൻ എടുത്തിട്ട് അത് നെടുകെ ഇതുപോലെ കീറി കൊടുക്കുന്നു.
തിരികെ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഒരു പോർഷൻ ഏകദേശം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ആവശ്യമായിട്ടുള്ള സൈസിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെയാണ്. വേറൊന്നും പ്രത്യേകിച്ച് ഇതിൽ പറയാനില്ല. അതുകൊണ്ട് ഞാനത് ഫാസ്റ്റാക്കി കാണിക്കുകയാണ്. നമുക്ക് കട്ട് ചെയ്യേണ്ട തലയാണ്. അപ്പോൾ തല ഇതുപോലെ തന്നെ വേറെ പ്രത്യേകതകളൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി എടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് തലയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, നല്ല തോരന് കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു.